JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, PSC, ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, ഈ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഓഫീസ് അറ്റൻഡന്റിന്റെ പരീക്ഷ 587/2023. ഇതിന്റെ മെയിൻ പരീക്ഷ, മെയിൻ എക്സാം 21/5/2025 നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കുന്ന റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. സിലബസും ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളും പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കുന്നത്. ഇതുവരെ നടന്നിട്ടുള്ള പരീക്ഷകളുടെ എല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് 2024-25 വർഷത്തെ കറണ്ട് അഫയേഴ്സ് മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ ടോപ്പ് റാങ്ക് മേടിക്കാൻ വളരെയധികം ഉപയോഗപ്രദമായിരിക്കും റാങ്ക് ഫയൽ. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓഫീസ് അറ്റൻഡന്റിന്റെ മെയിൻ എക്സാം വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ വളരെ പ്രധാനമായിട്ടും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ്, എത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കും, അതുപോലെ തന്നെ അതിൻ്റെ പരീക്ഷാ തീയതി, അഡ്മിഷൻ ടിക്കറ്റ് എന്ന് മുതലാണ് ലഭ്യമാവുന്നത്, അതുപോലെ തന്നെ എത്ര പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എത്രയാണ്, അങ്ങനെയുള്ള വളരെയധികം പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരീക്ഷാ തീയതി എന്ന് പറയുന്നത് 21/5/2025 പരീക്ഷ നടക്കാൻ പോകുന്നത്. അഡ്മിഷൻ ടിക്കറ്റ് 7/5/2025 മുതൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ ലഭ്യമാവുന്നതാണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 23,000, 50, 200 ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. നിലവിൽ ഒഴിവുകൾ എത്ര ഒഴിവുകളാണ് ഉള്ളത്? നോട്ടിഫിക്കേഷൻ നിങ്ങൾ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് കാണാൻ സാധിച്ചത് അല്ലേ? എന്നാൽ നിലവിൽ നമുക്ക് 357 ഒഴിവുകളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത്രയും ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപേക്ഷ കിട്ടിയത് 8,39,724 അപേക്ഷ ആണ് ഇതിനു വേണ്ടിയിട്ട് സമർപ്പിച്ചത്. എന്നാൽ അഡ്മിറ്റഡ് ആയിട്ടുള്ളത് 5,86,144 പേരാണ് അഡ്മിറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഓരോ ദിവസവും നമുക്ക് സൈറ്റിൽ നോക്കിയാൽ, PSCയുടെ സൈറ്റിൽ നോക്കിയാൽ ഇപ്പോൾ നിലവിൽ ആദ്യം നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് കൃത്യമായിട്ട് ഒഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിലവിൽ 357 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഒഴിവുകൾ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയറിൽ ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 83.45 ഇതിന്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഈ കട്ട് ഓഫ് മാർക്ക് അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പഠിക്കുന്ന അവസരത്തിൽ അവരവർക്ക് ലഭിക്കുന്ന മാർക്കുകളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. മോഡൽ എക്സാമുകളൊക്കെ നിങ്ങൾ കൂടുതൽ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പഠന നിലവാരം എത്രയുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ലൊരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 2024-25 വർഷത്തെ കറണ്ട് അഫയേഴ്സുകൾക്ക് മുൻഗണന കൊടുത്ത് നിങ്ങൾ പഠനം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ട് റാങ്ക് ഫയലിൽ ഇതുപോലെ കറണ്ട് അഫയേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ എക്സാമുകളും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം തന്നെ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള
ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇതിന്റെ മെയിൻ പരീക്ഷയാണ് 21/5/2025 നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടി ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.